ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? മഴ എല്ലായിടത്തേക്കും നന്നായിട്ട് കിട്ടിയോ? ഇങ്ങോട്ടേക്ക് കഴിഞ്ഞ ദിവസം ഒന്ന് ചെറുതായിട്ട് പെയ്തു. അന്ന് ഒരു ദിവസത്തേക്ക് ചൂട് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെയും നല്ല ചൂടായിട്ടോ. ഇപ്പോൾ ഞങ്ങൾ കൊച്ചച്ഛൻ്റെ വീട്ടിൽ പോകുവാണേ, ചേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ. നന്നായിട്ട് സ്റ്റെപ്പ് കയറി വേണം അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഈ വീഡിയോ കാണുന്നത് പോലെയൊന്നുമല്ല, കുറച്ചും കൂടെ കുത്തുകയറ്റമാണേ. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഹൈറ്റ് അത്ര അറിയാൻ പറ്റത്തില്ലല്ലോ. എനിക്കാണെങ്കിൽ നടക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. എനിക്ക് കുറച്ച് മലയൊക്കെ കയറുമ്പം കുറച്ച് കിതപ്പും ഒക്കെ ഉണ്ട്. പിന്നെ അങ്ങ് നടന്നു പോകുവാണേ. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് കൊച്ചച്ഛൻ്റെയും ആൻറ്റിയുടെയും വീട്. ഒരു കിലോമീറ്റർ പോലും ഇല്ലയെന്ന് തോന്നുന്നു. ഞായറാഴ്ച ആണ് കേട്ടോ പോകുന്നത്. ചേട്ടന് ഞായറാഴ്ച മാത്രമേ അവധിയുള്ളൂ, അപ്പോൾ അന്നാണ് പോകുന്നത്. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ സ്റ്റെപ്പ് കയറിയാൽ പോകുന്നതെങ്കിലും രണ്ട് സൈഡിലും ഏലം കൃഷിയാണ് ചെയ്തേക്കുന്നത്. ഇതാണ് കൊച്ചച്ഛൻ്റെ ഇളയ മോന്. കൊച്ചച്ഛന് 2 മക്കളാണ്. മൂത്തയാൾ വീട്ടിലില്ലായിരുന്നു, അവൻ പുറത്തു പോയതായിരുന്നു. ഇത് ഇളയാള്. ഇതാണ് കേട്ടോ ആൻറ്റി. ഇത് ആ വഴി നടക്കുന്ന പട്ടിക്കുഞ്ഞാണ്. ഇവന് ഭയങ്കര ഇഷ്ടമാണ് പട്ടീനെയും പൂച്ചേനെയും ഒക്കെ. അവർ വളർത്തുന്നൊന്നുമല്ല, പിന്നെ അടുത്ത വീട്ടുകാരും ഇവരൊക്കെ ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവനെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമെന്ന് ആൻറ്റി പറഞ്ഞേ. പിന്നെ ഞങ്ങൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, തിരിച്ചു പോരുവാണ്. അപ്പോൾ അവനും കൂടെ താഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ പോരുന്ന വഴിയിൽ വേറൊരാളും കൂടെ വന്നേ. അന്നേരത്തേക്കും ചേട്ടൻ എന്നെ കാണിച്ചു തന്നു, ദേ ആരാ വരുന്നതെന്ന് നോക്കിക്കേന്ന്. അന്നേരത്തേക്ക് ഇവൻ ഓടി ഇറങ്ങി ചെന്നേ ഓറഞ്ചേന്ന് വിളിച്ചോണ്ട്. ഇതും അവർ വളർത്തുന്നൊന്നുമല്ല, പക്ഷേ അവൻ എല്ലാവരുമായിട്ട് കമ്പനിയാണ് കേട്ടോ. ഇവൻ അടുത്ത വീട്ടിലെന്തോ ആണെന്ന് തോന്നുന്നു. അവൻ ഓടിച്ചെന്ന് എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നു, കൊഞ്ചിക്കുന്നു. കുഞ്ഞിനെ എല്ലാവരെയും ഇഷ്ടമാണ്. മൃഗങ്ങളെയും എല്ലാവരോടും ഭയങ്കര സ്നേഹമുള്ള കുഞ്ഞാണ് കേട്ടോ. ചേട്ടൻ്റെയൊക്കെ ഏറ്റവും ഇളയ അനിയനാണ് കുഞ്ഞൻ. അപ്പോൾ അവൻ ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് താഴെ വരെ വന്നു. ഇവിടെ നിന്ന് ഒരു 8-9 കിലോമീറ്റർ മാറി കാൽവരി മൗണ്ട് എന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാൽവരി മൗണ്ടിൽ പോയി തിരിച്ചു വരുന്ന വഴിയാണ് കൊച്ചച്ഛൻ്റെ അടുത്ത് കയറിയത്. ഞാനത് ഫസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. ഇതേ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നത് കണ്ടോ? എൻ്റെ മുഖത്ത് നല്ല പേടിയൊക്കെ തോന്നുന്നില്ലേ? ശരിയാണ് കേട്ടോ. എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് 2 വർഷമായി. ആ സമയത്ത് ലൈസൻസ് കിട്ടി ഒരു മാസം 2 മാസമൊക്കെ ഇടയ്ക്കൊന്ന് വണ്ടി ഡ്രൈവ് ചെയ്തതാണ്. പിന്നീട് വണ്ടി തൊട്ടിട്ടില്ല. പിന്നെ ഒന്ന് ഓടിക്കണം എന്ന് ഓർത്ത് ഇന്ന് അങ്ങോട്ട് പോയപ്പം ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് പഠിച്ച സമയത്തെക്കാളും ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു. 2 വർഷം കൂടി എടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയൊന്ന് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സീറ്റ് ബെൽറ്റൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ആ വീഡിയോയിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് തോന്നും. എന്തായാലും ഇനി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് വിചാരിക്കുന്നു. ലൈസൻസ് ചുമ്മാ എടുത്ത് വീട്ടിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇത് നമ്മളിപ്പോൾ കാൽവരി മൗണ്ട് ടൂറിസ്റ്റ് പ്ലേസിൻ്റെ അടുത്തെത്തി. ഇതാണ് കാൽവരി മൗണ്ടിലേക്ക് പോകുന്ന കവാടം. ഞങ്ങളൊരു 5-6 വർഷം മുന്നേ ആണ് ഇവിടെ വന്നത്. പിന്നെ ഇപ്പോഴാണ് വരുന്നത്. ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്ന് വെച്ച് നോക്കിയാൽ. റോഡൊക്കെ ടാർ ചെയ്തു. നേരത്തെ ഇങ്ങോട്ട് ഇങ്ങനെ വലിയ വണ്ടികളൊന്നും കയറി പോകത്തില്ലായിരുന്നു. താഴെ പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് നടന്നു പോകുമായിരുന്നു ചെയ്യുന്നത്. ബൈക്കൊക്കെ കയറി പോകുമായിരുന്നു. ഇപ്പോൾ പിന്നെ ടൂറിസ്റ്റ് ബസ് കയറി പോകുമെന്ന് കറക്റ്റ് അറിയത്തില്ല. ടൂറിസ്റ്റ് ബസ്സൊക്കെ താഴെ നിർത്തിയിട്ടേക്കുന്നത് കാണാമായിരുന്നു കേട്ടോ. കുറച്ചിടയൊക്കെ ടാറൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ട്. എന്നാലും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നല്ല പ്ലേസാണ് കാണാനായിട്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നതാണ്. 10 മൈൽ എന്ന സ്ഥലത്താണ് ഈ കാൽവരി മൗണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തലേ ദിവസം വൈകിട്ട് മഴ പെയ്തതുകൊണ്ട് പിറ്റേ ദിവസം മഞ്ഞൊക്കെ ഉണ്ടാവുന്ന ഓർത്തൊക്കെയാണ് വരുന്നത്. പിന്നെ വെയിൽ കുറച്ച് കുറവുണ്ടായിരുന്നു, മൂടലായിരുന്നു. അതുകൊണ്ട് മഞ്ഞൊക്കെ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് വരുന്നത്. പിന്നെ വെയിൽ കുറച്ച് കുറവുണ്ടായിരുന്നതുകൊണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഭയങ്കര ക്ഷീണമല്ലേ ഈ വെയിൽ ഇത്രയൊക്കെ അടിച്ചു കഴിയുമ്പം. ഇവിടെ നിന്ന് 2ആയിട്ട് വഴി തിരിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ സ്ട്രെയിറ്റ് വഴി കൂടെ പോന്നു. പക്ഷേ ആ വഴിയല്ലായിരുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയായിരുന്നു പോകേണ്ടത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയെ പോരുവാണ്. ഒത്തിരി റിസോർട്ടുകളൊക്കെ ഇവിടെ ഉണ്ട്.
ഇത് പുതിയതായിട്ട് വന്ന റിസോർട്ടുകളൊക്കെ ആണെന്ന് തോന്നുന്നു. അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് ഇത്രയ്ക്ക് റിസോർട്ടുകളൊന്നുമില്ലായിരുന്നു. ഇത് കണ്ടോ, എന്ത് ഭംഗിയായിട്ട് ഒരു കപ്പലിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കിയാൽ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അത് റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഒത്തിരി കടകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ തേയിലയൊക്കെ ഉണ്ട്. തൊടുപുഴയിൽ നിന്ന് കട്ടപ്പന വരുന്ന വഴിയാണ് ഈ 10-ാം മൈൽ. അവിടെയാണ് ഈ കാൽവരിമൗണ്ട് ടൂറിസ്റ്റ് പ്ലേസ്. തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കട്ടപ്പന വരെ അങ്ങനെ തേയിലത്തോട്ടങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഭാഗത്ത്, ഈ 10-ാം മൈൽ എന്ന ഭാഗത്ത് കുറച്ച് തേയില കൃഷികളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. കുറച്ച് നന്നായിട്ട് ഹൈറ്റിലല്ലേ സ്ഥിതി ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഭാഗത്ത് തേയില കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതേ കാൽവരി മൗണ്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ലെങ്ത് ഉണ്ട്, അതുകൊണ്ട് 2ആയിട്ട് ഇടാവേ. അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. നല്ല അടിപൊളി പ്ലേസ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഓൾ.